ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെന്യൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് മറ്റൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ശർക്കര വരട്ടി വളരെ വേഗത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശർക്കര വരട്ടി തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച ഏത്തയ്ക്ക 2 എണ്ണം, പഞ്ചസാര, ഇഞ്ചിപ്പൊടി, അരിപ്പൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, അതുപോലെ ശർക്കരപ്പാനി ഞാനിവിടെ 1/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ച ഏത്തയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ 2 ഏത്തയ്ക്കായി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഇത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഹാഫായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത ഓരോ പോർഷൻ്റെയും നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഇത് മുഴുവൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. ആ ഒരു ഷേപ്പിലാണ് ശർക്കര വരട്ടിക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കേണ്ടത്. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒത്തിരി കനത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്ന ഓരോ ഇതും ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പച്ചയത്തേക്കെല്ലാം നമ്മൾ ഈ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ്. അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നതും ഈ ഒരു തിക്നെസ്സാണ്. അപ്പം മാക്സിമം എല്ലാം ഒരേ തിക്നെസ്സിൽ ഈവനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഏത്തയ്ക്കയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ചൂടായ പാനിലോട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയുടെ സ്ലൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരു വലിയ പാത്രം എടുത്തിരിക്കുന്നതുകൊണ്ടും ഇത്ര ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിതൊരു ഒറ്റ ട്രിപ്പിലാണ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത ഉടനെ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് എണ്ണയിലൊന്ന് ഇടാം, കാരണം അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എണ്ണ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ ഇതുപോലെ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് തവി ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എണ്ണയുടെ ചൂട് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ചൂട് ഒത്തിരി ഉണ്ടെന്ന് തോന്നിയാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക, കുറവുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് കൂട്ടിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മൊത്തം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ വാഴയ്ക്ക സ്ലൈസസ് എല്ലാം ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ലൊരു ക്രിസ്പി ആയിട്ട് അതിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ഒരു സ്ലൈസ് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവം എത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പം ഇതിപ്പോൾ ഏകദേശം ആ ഒരു കറക്റ്റ് കണ്ടോ, ആ നടുക്ക് കറക്റ്റ് ആ ഒരു ഹോൾ പോലെയൊക്കെ വരുന്നുണ്ട്. അത് കറക്റ്റ് ക്രിസ്പി ആയിട്ട് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. അപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള വാഴയ്ക്കയെല്ലാം നമ്മളിവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1/4 കപ്പ് ശർക്കരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഈ പാനിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് അത് എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഒറ്റനൂൽ പരുവത്തിലാകുന്ന പോലെ, അതായത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് ആ ഒരു കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ വാഴയ്ക്ക ഉപ്പേരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വാഴയ്ക്ക ഉപ്പേരിയുടെ മുകളിലേക്ക് ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് അത് ഫുള്ളായിട്ടൊന്ന് കോട്ടായി നമുക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മിക്സിങ് എല്ലാം ചെയ്യുമ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഒരു ടിപ്പാണ്. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ശർക്കര വരട്ടി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അവസാനം ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കേടാവാതെ നമുക്ക് ആഴ്ചകളോളം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.